രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താണെങ്കിലും അനുകൂലിക്കുന്ന യുവാക്കൾ അടക്കം ഇന്നും ആ നേതാവിന് പിന്നിലുണ്ട്. പീഡനക്കേസിലാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ രാഹുൽ തെറ്റുകാരനല്ലെന്നും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് എങ്ങനെ തെറ്റായി എന്നുമാണ് യുവാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ കോളേജുകളിലടക്കം വലിയ വിഭാഗം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത്. ഇന്നത്തെ യുവതലമുറ ഒരു പടി കൂടി കടന്നു ചിന്തിക്കുന്നവരാണ്. തെറ്റും ശരിയും ആരും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ തിരിച്ചറിയാനുള്ള പക്വതയും വിവേകവും ഇന്ന് അവർക്കുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുതിർന്ന തലമുറ രാഹുലിനെതിരെ പൊട്ടിത്തെറിക്കുമ്പോൾ KSU എന്ന യുവജന സംഘടന ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകി രംഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തിലെ കോളേജുകളിൽ ആ തരംഗം ഇന്നും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കണ്ണൂർ തോട്ട SN കോളേജിൽ ഇത് തെളിയിക്കുന്ന ഒരു സംഭവം നടന്നു. SFI വിദ്യാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോളേജിൽ പതിച്ച ലുക്കൌട്ട് നോട്ടീസ് കീറി കാറ്റിൽ പറത്തിയിരിക്കുകയാണ് KSU വിദ്യാർത്ഥികൾ. പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികളാണ് SFIയുടെ ഗുണ്ടായിസത്തിനെ നേർക്ക് നേർ നിന്ന് എതിർത്തത്. ഹൈക്കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞ KSU കുട്ടികളാണ് രാഹുലിനെ അപമാനിക്കുന്നതിൽ നിന്ന് SFIയെ തടഞ്ഞത്. ഇത് നേരിയ വാക്കേറ്റത്തിലാണ് കലാശിച്ചത്. വിദ്യാർത്ഥികൾ രാഹുലിനെതിരെയുള്ള പോസ്റ്ററുകൾ കീറി കാറ്റിൽ പറത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. രാഹുലേട്ടനോട് അതിയായ സ്നേഹമുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിദ്യാർത്ഥിയാൻ വേണ്ടി പറ്റില്ല. പെൺകുട്ടികളെ അറിയാം. ഇവിടെ വീട്ടിലോ നാളെ അമ്മേനോ പെങ്ങന്മാരി യൂണിവേഴ്സിറ്റി വരയ്ക്കാൻ ധൈര്യമില്ലാത്തോണ്ടാ, ആണത്തില്ലാത്തോണ്ടാ. യൂണിവേഴ്സിറ്റി ആണാണോ വരയ്ക്കാൻ പറ, ധൈര്യം വരയ്ക്കേണ്ടി വരും. ആണാണോ വരയ്ക്കാൻ പറ. അത്ര അമർത്തി പരിക്കി കൈക്കുശാറില്ലേ ചാവിച്ചില്ലേ പോയിട്ട് മരിച്ചടാ ഇങ്ങനെ പോയിട്ട് അനുകൂലിക്കുന്നില്ല. അതിന്റെ പാർട്ടി വരച്ചോ അതിന്റെ പാർട്ടിയോട് പുറത്താക്കിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? പാർട്ടി പുറത്താക്കിയില്ല. ഒരാൾ തുടർച്ചയായി ശല്യം ചെയ്യുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചെങ്കിൽ എന്തുകൊണ്ട് ബ്ലോക്ക് ബട്ടൺ ഉപയോഗിച്ചില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്ന പെൺകുട്ടികളടക്കം ചോദിക്കുന്നത്. വ്യക്തമായി നോ പറഞ്ഞതിന് ശേഷവും സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി സംവിധാനത്തിലോ നിയമപരമായി പോലീസിലോ അന്ന് പരാതി കൊടുത്തില്ലെന്നും യുവതികളടക്കം ചോദിക്കുന്നുണ്ട്. വിമർശനങ്ങൾ സത്യസന്ധമാകണം. പോരാട്ടങ്ങൾ നീതിക്ക് വേണ്ടിയാകണം. യഥാർത്ഥ ഇരകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ ഇട നൽകുന്ന പ്രവണതകളെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്.